കൺസ്ട്രക്ഷന് മുൻപ് നമ്മൾ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളാണ് പലപ്പോഴും കൺസ്ട്രക്ഷൻ സമയത്തെ കൂടുതൽ എക്സ്പെൻസസിന് കാരണമാകും. അതിൽ ആദ്യത്തേത് ഒരു പ്രോപ്പർ ബഡ്ജറ്റ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. പ്രോപ്പർ ബഡ്ജറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ ആ ഒരു എസ്റ്റിമേറ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ വരാവുന്ന ലാൻഡ്സ്കേപ്പിംഗ്, ഇന്റർലോക്കിംഗ്, കോമ്പൗണ്ട് വാള്, ഇന്റീരിയേഴ്സ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം ആദ്യമേ ഒരു പ്രോപ്പർ ബഡ്ജറ്റിൽ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ലോ ബഡ്ജറ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ ലോ കോസ്റ്റ് എസ്റ്റിമേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം വരുന്ന ലോ കോസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ക്വാളിറ്റി കുറവുള്ള മെറ്റീരിയൽസ് ആയിരിക്കും, പുവർ വർക്ക്മാൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ലോ കോസ്റ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ലോ കോസ്റ്റ് ആയിരിക്കുമെങ്കിലും പിന്നീട് ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ് ആയിരിക്കും നമുക്ക് കൊടുക്കേണ്ടി വരിക. പിന്നീട് നമ്മൾ കണ്ടുവരുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആദ്യം തന്നെ നമ്മുടെ ഐഡിയയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് എഞ്ചിനീയറുമായിട്ടും ആർക്കിടെക്റ്റുമായിട്ടും കോർഡിനേഷൻ ടീമുമായിട്ടും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പിന്നീടുണ്ടാകുന്ന പല മിസ്റ്റേക്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫൈനലൈസ് ചെയ്യാതെ മുന്നോട്ട് പോകുക എന്നുള്ളത്, അതായത് സ്ട്രൈറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ പ്ലാൻ ഫൈനലൈസ് ചെയ്യുന്നതായാലും അതിൽ ഡോർ പൊസിഷൻസ് മാറ്റുന്നതായാലും വിൻഡോസിൻ്റെ പൊസിഷൻസ് മാറ്റുന്നതായാലും അങ്ങനെ നമ്മുടെ പ്ലാനിൽ ചേഞ്ച് കൊണ്ടുവരിക, എലിവേഷൻസിൽ ചേഞ്ച് കൊണ്ടുവരിക. ഇത് ഒത്തിരി റീവർക്കിനും അതുപോലെ റീഷെഡ്യൂളിങ്ങിനും അതുവഴി കോസ്റ്റ് എക്സ്ട്രാ ആവാനും കാരണമാവും. ലുക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റി ആയിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് സ്ട്രക്ചറിലെ സ്റ്റെബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് പലപ്പോഴും അതിലുള്ള ഫോക്കസ്, ആ സ്റ്റെബിലിറ്റിയുള്ള ഫോക്കസ് പലപ്പോഴും വിട്ടുപോകാറുണ്ട്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ലൈൻ എക്സ്പെക്ടേഷൻ. നമുക്ക് ഇപ്പോൾ ഓരോ കൺസ്ട്രക്ഷൻ പ്രോസസ്സിനും അതിൻ്റേതായ സമയം വേണം. ക്യൂറിങ്ങിന് അതിൻ്റേതായ ടൈമുണ്ട്, പ്ലാസ്റ്ററിങ്ങിന് അതിൻ്റേതായ ടൈമുണ്ട്, കോൺക്രീറ്റിങ്ങിന് അതിൻ്റേതായ ടൈമുണ്ട്. അപ്പോൾ ഓരോന്നിനും വേണ്ടിയ ടൈം കൊടുത്തു തന്നെ പോകണം. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം എക്സ്പെക്ടേഷൻ ഒരിക്കലും വെക്കാൻ പാടില്ല.